ബ്രോ ഒരു 5000 രൂപയുണ്ടോ? കടമായിട്ട് മതി, ശമ്പളം കിട്ടുമ്പോൾ തിരിച്ചു തരാം, അത്യാവശ്യമായിട്ടാണ്. ഇതുപോലെ ഡയലോഗ് കേൾക്കാത്തവരുണ്ടോ? ഇങ്ങനെ കടം ചോദിച്ചവരുണ്ടോ? ഇപ്പോൾ ഇങ്ങനെ കടം ചോദിക്കുന്നവർക്ക് മുന്നിലൊരു എളുപ്പ വഴിയുണ്ട്: ലോൺ ആപ്പുകൾ. അതെ, ബാങ്കിലൊന്നും പോകാതെ എളുപ്പത്തിൽ മിനിറ്റുകൾക്കുള്ളിൽ ലോൺ തരുന്ന മൊബൈൽ ആപ്പുകൾ. ശരിക്കും ലോൺ ആപ്പുകൾ കെണിയാണോ, ചതിക്കുഴിയാണോ? വായ്പ എടുത്താൽ നമ്മൾ പെട്ടുപോകുമോ? ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. സ്വാഗതം മനോരമ ഓൺലൈൻ കാഷ്വൽ ടോക്കിലേക്ക്. ലോൺ ആപ്പിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തവരെക്കുറിച്ച് നമ്മൾ വാർത്തകൾ കേട്ടിട്ടുണ്ട്. ശരിക്കും എന്താണ് ഈ ലോൺ ആപ്പ്? എന്താണ് അതിൻ്റെ പ്രവർത്തന ഗുട്ടൻസ്? റിസർവ് ബാങ്കിൻ്റെ അനുമതിയുണ്ടോ ഈ ആപ്പുകൾക്ക്? ഇനി ഇതൊക്കെ മഹാതട്ടിപ്പാണെങ്കിൽ സർക്കാർ എന്താണ് കയ്യും കെട്ടിയിരിക്കുന്നത്? ലോൺ ആപ്പിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ നമ്മുടെ നഗ്ന ഫോട്ടോ നാട്ടുകാർക്കെല്ലാം ആപ്പ് കമ്പനി അയച്ചു കൊടുക്കുമോ? നമ്മുടെ ഫ്രണ്ട്സിനെയും കുടുംബത്തിലുള്ളവരെയും ഫോൺ ചെയ്ത് അവർ ശല്യം ചെയ്യുമോ? അഥവാ ഈ ആപ്പ് ഒന്നും തട്ടിപ്പല്ലേ? ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. റിസർവ് ബാങ്കിന്റെ കണക്കുകൾ പറയുന്നത് ഇന്ത്യക്കാർ മുൻപെങ്ങുമില്ലാത്ത വിധം കടമെടുക്കുന്നു എന്നാണ്. ഇന്ത്യക്കാരുടെ ആകെ വായ്പയിൽ 30.7% പേഴ്സണൽ ലോണുകളാണ്. ഇതിൽ 77% മുകളിലാണ് ഡിജിറ്റൽ ലോണുകൾ. സിമ്പിളായി പറഞ്ഞാൽ 5-ൽ 4 പേഴ്സണൽ ലോണും ഡിജിറ്റൽ രൂപത്തിലുള്ളവയാണ്. ഈ രണ്ട് കണക്കുകളും സാമ്പത്തികമായി അത്ര നല്ലതല്ല. ഇതിൽ തന്നെ സ്മാർട്ട് ഫോൺ അധിഷ്ഠിത ഡിജിറ്റൽ ലോണുകളുടെ കാര്യമാണ് കൂടുതൽ ഗുരുതരം. ഉയർന്ന ജീവിത ചെലവും കുറഞ്ഞ ശമ്പളവും ഇന്ത്യക്കാരെ കൂടുതൽ കടക്കാരായി മാറ്റുകയാണെന്ന് കണക്കുകൾ പറയുന്നു. 2.1 ലക്ഷം കോടി രൂപയുടെ വിപണിയായി ലോൺ ആപ്പുകൾ കഴിഞ്ഞ 3 വർഷത്തിനിടെ വളർന്നതിനു പിന്നിലെ കാരണവും മറ്റൊന്നല്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഇന്ത്യയിലെ ഫിൻടെക് ആപ്പുകൾ 16,000 രൂപ ശരാശരി തുകയുള്ള 13 കോടി ലോണുകളാണ് വിതരണം ചെയ്തത്. ഇതാണ് നിലവിലെ സാഹചര്യം. ശരി, എന്താണ് ലോൺ ആപ്പുകൾ എന്ന് പറഞ്ഞു തന്നെ തുടങ്ങാം. ബാങ്കുകളിൽ നേരിട്ട് പോകുന്നതിന് പകരം ആപ്പിലൂടെ പണം വായ്പയെടുക്കാൻ പറ്റുന്ന സംവിധാനമാണിത്. വായ്പയ്ക്ക് വേണ്ടി ബാങ്ക് ബ്രാഞ്ചിൽ പോയി ക്യൂ നിൽക്കുന്നതിന് പകരം അവയുടെ വെബ്സൈറ്റിലൂടെയോ മൊബൈൽ ആപ്പിലൂടെയോ നമുക്ക് പൈസ കടമെടുക്കാം. ഇവിടെ നമ്മുടെ തിരിച്ചറിയൽ രേഖകൾ ഡിജിറ്റലായാണ് പരിശോധിക്കുന്നത്. എടുക്കുന്നയാളുടെ വരുമാനം, തിരിച്ചടക്കൽ ശേഷി എന്നിവ മിനിറ്റുകളിൽ തന്നെ അളന്നു തിട്ടപ്പെടുത്തും. ഡിജിറ്റലായി ലോൺ അപ്രൂവ് ആകും. മിനിറ്റുകൾക്കുള്ളിൽ പണം അക്കൗണ്ടിലും എത്തും. അത്യാവശ്യ കാര്യങ്ങൾക്ക് എളുപ്പത്തിൽ ലോൺ കിട്ടുമെന്നത് നല്ല കാര്യം തന്നെ. പിന്നെ എവിടെയാണ് പ്രശ്നം? തുടക്കത്തിൽ തന്നെ ഒരു കാര്യം ക്ലിയർ ചെയ്യട്ടെ: എല്ലാ ലോൺ ആപ്പുകളും തട്ടിപ്പല്ല. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എളുപ്പത്തിൽ വായ്പ എടുക്കാൻ സഹായിക്കുന്ന ആപ്പുകൾ കൃത്യമായി ഉപയോഗിക്കണമെന്ന് മാത്രം. ഒരു ചെറിയ ഉദാഹരണം പറയാം. തിരുവനന്തപുരം സ്വദേശിനിയും 23-കാരിയുമായ രേഷ്മയ്ക്ക് കുറച്ചു കാലം മുമ്പ് 10,000 രൂപ അടിയന്തരമായി ആവശ്യമായി വന്നു. ശമ്പളം വരാനാണെങ്കിൽ ഇനിയും സമയമെടുക്കും. സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടുമൊക്കെ ചോദിച്ചു. എല്ലാവരും കൈമലർത്തി. അപ്പോഴാണ് ഫോണിലൊരു പരസ്യം കാണുന്നത്: നിങ്ങൾക്ക് പ്രീ അപ്രൂവ്ഡായ ലോൺ റെഡിയാണ്, 10,000 രൂപ വേണമെങ്കിൽ 10,000 രൂപ തരാം, അതിൽ കൂടുതൽ വേണോ അതും തരും. രേഷ്മ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. അവർ ആവശ്യപ്പെട്ട ആപ്പ് പെർമിഷനും രേഖകളുമൊക്കെ കൊടുത്തു. 10,000 രൂപ ലോൺ എടുത്തു. പണം അക്കൗണ്ടിലെത്തിയപ്പോൾ തന്നെ പ്രോസസ്സിംഗ് ഫീസ്, നികുതി, ആപ്പ് ചാർജ് തുടങ്ങിയ കുറേ പേരുകളിൽ വലിയൊരു തുക പിടിച്ചിരിക്കുന്നു. എന്തെങ്കിലും വരട്ടെ എന്ന പേരിൽ രേഷ്മ തൽക്കാലം ആവശ്യങ്ങളെല്ലാം ഒരുവിധം നിറവേറ്റി. ആദ്യത്തെ 2 മാസം EMI കൃത്യമായി നടന്നു. ഇടയ്ക്ക് സ്കൂട്ടറിൽ നിന്നൊന്ന് വീണു. ഇതോടെ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞു. EMI അടയ്ക്കാൻ പണമില്ലാതായി. ഇതോടെ ഏജന്റുമാരുടെ സമ്മർദ്ദം രൂക്ഷമായി. ഇരിക്കപ്പൊറുതിയില്ലാതെ ഫോൺ വിളി. രേഷ്മയുടെ ഓഫീസിലുള്ളവർക്ക് വരെ കോളുകളെത്തി. രേഷ്മയുടെ മോർഫ് ചെയ്ത നഗ്നദൃശ്യം ഒരു ബന്ധുവിൻ്റെ ഫോണിലെത്തിയപ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയത്. പ്രശ്നം പരിഹരിക്കാൻ രേഷ്മ കണ്ടെത്തിയത് പുതിയൊരു എളുപ്പവഴിയായിരുന്നു: മറ്റൊരു ലോൺ ആപ്പിൽ നിന്ന് പണമെടുത്ത് തിരിച്ചടയ്ക്കാം. കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ രേഷ്മ രണ്ടാമതും ലോൺ എടുത്തു. ആദ്യത്തെ ലോൺ തീർന്നെങ്കിലും കടബാധ്യത അങ്ങനെ തന്നെ നിന്നു. 2-ൽ നിന്ന് 3-ഉം 4-ഉം 5-ഉം ആപ്പുകളിലേക്ക് ലോണെടുപ്പ് നീണ്ടപ്പോൾ വായ്പാ ഭാരം ലക്ഷങ്ങളായി. ചെറിയൊരു അത്യാവശ്യത്തിനെടുത്ത 10,000 രൂപയുടെ ലോണിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാം തുടക്കമെന്ന് ഓർക്കണം. ഇവിടെ രേഷ്മയുടേത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകളുടെ കെണിയിൽ കുടുങ്ങിയ നിരവധി പേർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. പലരും അപകടമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കെണികളിൽ പോയി പെടുന്നതെന്നാണ് സത്യം. എന്തുകൊണ്ടാണ് ഈ ലോൺ ആപ്പുകളുടെ കെണിയിൽ ആളുകൾ പെട്ടുപോകുന്നത്? എളുപ്പത്തിൽ ലോൺ കിട്ടുമെന്നതാണ് ആദ്യ കാര്യം. ബാങ്കിൽ പോകണ്ട, ക്യൂ നിൽക്കണ്ട, മിനിറ്റുകൾക്കുള്ളിൽ സംഗതി റെഡി. പക്ഷേ ഈ എളുപ്പം തന്നെയാണ് പ്രശ്നങ്ങളുടെ തുടക്കവും. ബാങ്കിൽ ലോണിന് പോയി കാത്തിരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കും, ശരിക്കും എനിക്ക് ഈ ലോൺ ആവശ്യമുണ്ടോ? എന്നാൽ ഇൻസ്റ്റമാർട്ടിൽ നിന്ന് സാധനം ഓർഡർ ചെയ്യുന്നത് പോലെ ലോൺ കിട്ടുമ്പോൾ ഈ ചിന്ത പലരും മറക്കും.
ഓർക്കുക, ലോൺ എന്നതൊരിക്കലും ഈസി മണിയായി കരുതരുത്. പകരം നിങ്ങളുടെ സമ്പാദ്യം തന്നെ കവരുന്ന തരത്തിലുള്ള കെണിയായി മാറാൻ ഇവയ്ക്ക് കഴിഞ്ഞേക്കും. ഇത്തരത്തിൽ ലോൺ കെണിയിൽ പെട്ടുപോയ ഉപഭോക്താക്കളെ സഹായിക്കുന്ന മണി ലൈഫ് ഫൗണ്ടേഷൻ അടുത്തിടെ പുറത്തിറക്കിയ പഠനം ഞെട്ടിപ്പിക്കുന്നതാണ്. 107ലധികം മണി ലെൻഡിംഗ് ആപ്പുകളാണ് ഇവർ പരിശോധിച്ചത്. ഈ ആപ്പുകൾ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കിയത് 30 മുതൽ 57% വരെ പലിശ. ചില ആപ്പുകൾ ദിവസവും 1% പലിശ ഈടാക്കിയത്. വാർഷിക കണക്കെടുത്താൽ 365% പലിശ. മിക്കവരും ശരിക്കുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ആദ്യ ലോൺ എടുക്കുന്നത്. പിന്നീട് ഇവ തിരിച്ചടയ്ക്കാൻ മറ്റ് ആപ്പുകളെ ആശ്രയിക്കും. പതിയെ അവരറിയാതെ കടക്കെണിയിലാകും. ഇനി ഡിജിറ്റൽ ആപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് പണം കടം വാങ്ങേണ്ട സ്ഥിതി ഉണ്ടായെന്നിരിക്കട്ടെ. എങ്ങനെയാണ് സേഫായി ഈ ആപ്പുകളിൽ നിന്ന് പണമെടുക്കുന്നതെന്ന് കൂടി പരിശോധിക്കാം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യനിൽ നിന്ന് ഇക്കാര്യം തുടങ്ങുന്നതാണ് നല്ലത്. ആരാണ് ശരിക്കും പണം തരുന്നത്? ഒരു ഡിജിറ്റൽ ആപ്പ് നിങ്ങൾക്ക് പണം ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും ഈ വായ്പ തരുന്നത് ആരാണെന്ന് ആദ്യം കണ്ടെത്തണം. ഏത് ബാങ്കാണ് അല്ലെങ്കിൽ ഏത് NBFC ആണ് നിങ്ങൾക്ക് പണം തരുന്നതെന്ന് ആദ്യമേ മനസ്സിലാക്കണം. അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കണം. ആപ്പിൻ്റെ പ്രൊഫഷണൽ ലുക്ക് കണ്ടിട്ടോ പ്ലേ സ്റ്റോറിൽ ലക്ഷക്കണക്കിന് പേർ ഡൗൺലോഡ് ചെയ്തത് കണ്ടിട്ടോ ആകരുത് വായ്പ എടുക്കൽ. രണ്ടാമത്തേത് അതിനിർണായകമാണ്. ലോണിനെ കുറിച്ചുള്ള കീ ഫാക്ട് സ്റ്റേറ്റ്മെൻറ്റ് അഥവാ KFS മനസ്സിലാക്കണം. എത്രയാണ് ലോണിൻ്റെ പലിശ നിരക്ക്? വാർഷിക പലിശ നിരക്ക് എത്രയാണ്? എന്തെങ്കിലും പ്രോസസ് ഫീസ് ഉണ്ടോ? എങ്ങനെയാണ് പണം തിരിച്ചടയ്ക്കേണ്ടത്? ഇനി ഏതെങ്കിലും അടവ് മുടങ്ങിയാൽ നൽകേണ്ട പിഴ എത്രയാണ്? എന്നിവ കൃത്യമായി മനസ്സിലാക്കണം. 2% പലിശ എന്ന മോഹന വാഗ്ദാനത്തിൽ വീഴരുത്. പകരം ലോൺ തിരിച്ചടയ്ക്കുമ്പോൾ എത്ര തുകയാകുമെന്ന് കൃത്യമായി ചോദിക്കണം. വാട്സപ്പ്, ടെലഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ വഴി ലഭിക്കുന്ന ലിങ്കുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ആപ്പുകളിൽ നിന്ന് ലോൺ എടുക്കുകയും അരുത്. എന്തെങ്കിലും സംശയം തോന്നിയാൽ വെരിഫൈ ചെയ്ത് മാത്രം ലോൺ എടുക്കുക. ലോൺ എടുക്കുമ്പോൾ പലരും മറന്നുപോകുന്നൊരു കാര്യമുണ്ട്. എത്ര പണം എനിക്ക് ലോൺ എടുക്കാൻ കഴിയുമെന്നല്ല നോക്കേണ്ടത്. പകരം ഓരോ മാസവും എനിക്ക് തിരിച്ചടയ്ക്കാൻ കഴിയുന്ന പണം എത്രയാണെന്ന് മനസ്സിലാക്കി വേണം ലോൺ എടുക്കാൻ. മറ്റൊരു ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടി ആപ്പുകളിൽ നിന്ന് ലോൺ എടുക്കുന്ന ശീലമുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കണം. തിരിച്ചു കടക്കാനാവാത്ത തരത്തിലുള്ള വായ്പാ കെണിയിൽ പെട്ടുപോകാനുള്ള എളുപ്പ വഴിയാണിത്. മറ്റൊരു കാര്യം, നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റ സംരക്ഷിക്കണമെന്നാണ്. ഇത്തരം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കോണ്ടാക്ട്സ്, ഫോട്ടോസ്, ഫയൽ തുടങ്ങിയ പേഴ്സണൽ ഇൻഫർമേഷനുകളിലേക്കുള്ള ആക്സസിന് അനുമതി കൊടുക്കുന്നത് ഒഴിവാക്കണം. ഇനി എങ്ങനെയാണ് ഒരു ഫേക്ക് ലോൺ ആപ്പിനെ തിരിച്ചറിയുക എന്നുകൂടി ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ, അനാവശ്യമായ പെർമിഷനുകൾ ചോദിക്കുകയാണ് ഇത്തരം ഫേക്ക് ആപ്പുകളുടെ ആദ്യ ലക്ഷണം. ലോൺ തരാൻ എന്തിനാണ് ബാങ്കുകൾക്ക് നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലേക്കും സ്വകാര്യ ഫോട്ടോസിലേക്കുമുള്ള പെർമിഷൻ കൊടുക്കുന്നതെന്ന് സ്വയം ചിന്തിച്ചു നോക്കണം. ഇനി ആപ്പ് ഇത്തരം പെർമിഷനുകൾ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ് ഏക മാർഗം. ലോൺ നൽകുന്നതിന് മുമ്പ് തന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, പ്രോസസ്സിംഗ് ഫീസ്, GST തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞ് പണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കണം. അത് ചിലപ്പോൾ തട്ടിപ്പിൻ്റെ തുടക്കമാകും. 100% അപ്രൂവൽ, നോ ഡോക്യുമെന്റ് നീഡഡ്, നോ സിബിൽ സ്കോർ ചെക്ക് തുടങ്ങിയ പരസ്യവാചകങ്ങളിൽ വീണു പോവുകയും അരുത്. ഇനി നിങ്ങൾ ഇതിനോടകം ഇത്തരം ലോൺ ആപ്പുകളുടെ കെണിയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ആദ്യ കാര്യം, പാനിക്കാകാതെ ഈ സിറ്റുവേഷനെ നേരിടുക എന്നതാണ്. ഈ കടം തീർക്കാൻ വേണ്ടി മറ്റൊരു ആപ്പിൽ നിന്നും ലോൺ എടുക്കാതിരിക്കുക. പകരം ഇതുവരെയുള്ള കടത്തെക്കുറിച്ചുള്ള ലിസ്റ്റ് തയ്യാറാക്കണം. എത്ര രൂപയാണ് ഇതുവരെ കടമെടുത്തിരിക്കുന്നത്? എത്ര രൂപ ഇനിയും തിരിച്ചടയ്ക്കാനുണ്ട്? എത്രയാണ് ഇതിന് പലിശ നൽകേണ്ടത്? എന്നാണ് ഇവ തിരിച്ചടയ്ക്കാനുള്ള ഡേറ്റ്? എത്ര രൂപ പിഴയായി നൽകണം? ആർക്കാണ് ഈ പണമെല്ലാം അടയ്ക്കേണ്ടത്? ഇക്കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തതയുണ്ടായാൽ ആദ്യം തിരിച്ചടയ്ക്കേണ്ട തുകയെക്കുറിച്ചുള്ള പ്രയോറിറ്റി നിശ്ചയിക്കണം. തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കാര്യം കമ്പനിയെ നേരിട്ട് അറിയിക്കണം. അവരുടെ പരാതി പരിഹാര സെല്ലിനെ അറിയിക്കണം. അതിനും പരിഹാരമായില്ലെങ്കിൽ RBIയുടെ പരാതി പരിഹാര സെല്ലിനെ ബന്ധപ്പെടാവുന്നതാണ്. ഇനി നിങ്ങൾ പണമെടുത്ത ആപ്പുകൾ നിയമവിരുദ്ധമാണെന്ന് തോന്നുകയാണെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെ വിവരം അറിയിക്കണം. ഒളിച്ചോടുകയോ പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കുകയോ ചെയ്യരുത്. പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഇതാണ്: എല്ലാ ലോൺ ആപ്പുകളും തട്ടിപ്പല്ല. രാജ്യത്തെ അംഗീകൃത ബാങ്കുകളുടെ കീഴിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നിരവധി ഡിജിറ്റൽ ലെൻഡിംഗ് പ്ലാറ്റ്ഫോമുകൾ ഇന്നുണ്ട്. ഇവയിലെ തട്ടിപ്പുകളെ മനസ്സിലാക്കി ജാഗ്രതയോടെ പെരുമാറുക എന്നതാണ് ബുദ്ധി. ഇത്തരം ആപ്പുകളിൽ നിന്ന് ലോൺ എടുക്കുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ വായ്പ നൽകുന്നത് ആരാണെന്ന് മനസ്സിലാക്കണം. ഇതിനു വേണ്ടി വരുന്ന ചെലവ് എത്രയാണെന്ന് കണ്ടെത്തണം. പേഴ്സണൽ ഡേറ്റ സംരക്ഷിക്കണം. തിരിച്ചടയ്ക്കാൻ കഴിയുന്ന പണം മാത്രം വായ്പ എടുക്കണം. കാരണം 5000 രൂപയുടെ എമർജൻസി ലോൺ ഇന്നത്തെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായേക്കും. പക്ഷേ തെറ്റായ പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതൊരു ദുസ്വപ്നമായി മാറിയേക്കും. ഇനി ചോദ്യം നിങ്ങളോടാണ്. പെട്ടെന്നൊരു സാമ്പത്തിക അത്യാവശ്യം വന്നപ്പോൾ ലോൺ ആപ്പുകളെ നിങ്ങൾ എപ്പോഴെങ്കിലും ആശ്രയിച്ചിട്ടുണ്ടോ? ഇത്തരം ആപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ദുരനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ലോൺ ആപ്പുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മറുപടികൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാനും മറക്കരുത്. ലോൺ ആപ്പുകളിൽ നിന്ന് വായ്പ എടുക്കൽ ശീലമാക്കിയ ആ സുഹൃത്തിന് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.
ദിസ് ഈസ് മനോരമ ഓൺലൈൻ കാഷ്വൽ ടോക്ക്. സാമ്പത്തിക മേഖലയിലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.